അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. AD 325 നടന്ന സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ എക്യുമെനിക്കൽ കൗൺസിലിന്റെ 1700-ാം വാർഷികത്തിന്റെ സ്മരണയ്ക്കായി 2025 നിക്യ സന്ദർശിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. പ്ലീനറി സെഷനിൽ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര ദൈവശാസ്ത്ര കമ്മീഷനിലെ അംഗങ്ങൾക്കൊപ്പം വത്തിക്കാനിൽ നടന്ന സദസ്സിൽ ജൂബിലി വർഷത്തിന്റെ ഭാഗമായി തുർക്കിയിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായും പാപ്പ വെളിപ്പെടുത്തി. ഇത് ആദ്യമായല്ല മാർപ്പാപ്പ നിക്യ സന്ദർശിക്കാനുള്ള തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. UK-യിൽ ദയാവധം നിയമവിധേയമാക്കാനുള്ള ബില്ലിൽ ഭൂരിപക്ഷം MP-മാരും വോട്ട് ചെയ്തതിൽ ദുഃഖം പ്രകടിപ്പിച്ച് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കത്തോലിക്ക ബിഷപ്പുമാർ. കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ ഹൗസ് ഓഫ് കോമൺസിൽ നടന്ന വോട്ടെടുപ്പിൽ 330 MP-മാർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 275 പേർ എതിർത്തു. 5 മണിക്കൂർ നീണ്ട സംവാദത്തിന് ശേഷമായിരുന്നു വോട്ട്. അതേസമയം ബില്ല് നിയമമാകാൻ ഇനിയും ഏറെ നാൾ കഴിയും. മാസങ്ങൾ നീണ്ട പാർലമെന്ററി പരിശോധനയ്ക്കും ഭേദഗതികൾക്കും അംഗീകാരത്തിനും ശേഷമേ നിയമം നിലവിൽ വരൂ. കൊറൽ ക്രഷൻഡോ സീസൺ 2 ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിലുള്ള സീക്രട്ട് ഹാർട്ട് ചർച്ചിന്റെ നേതൃത്വത്തിൽ എക്യുമെനിക്കൽ ക്രിസ്ത്യൻ സെന്റർ ക്യാമ്പസിൽ വെച്ച് ഡിസംബർ 7-ാം തീയതി ശനിയാഴ്ച നടക്കും. ആദ്യ പതിപ്പായ സീസൺ 1-ന്റെ വിജയത്തെ തുടർന്ന് ഈ വർഷവും ബാംഗ്ലൂരിലെ വിവിധ പള്ളികളിൽ നിന്നുള്ള മികച്ച കരോൾ ഗാന സംഘങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് മത്സരം നടക്കുക. ഈ മെഗാ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ മീഡിയ പാർട്ട്ണർ ഗുഡ്നസ് TV-യാണ്. പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കാനുള്ള ഈ ആഘോഷ രാവിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി സേക്രഡ് ഹാർട്ട് ചർച്ച് വികാരി ഫാദർ മാർട്ടിൻ തട്ടാപ്പറമ്പിൽ അറിയിച്ചു. 2019-ലെ അഗ്നിബാധയ്ക്ക് ശേഷം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും വീണ്ടും പൊതുജനത്തിനായി തുറന്നുകൊടുക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്ന പാരീസിലെ ചരിത്ര പ്രസിദ്ധമായ നോട്രഡാം കത്തീഡ്രൽ സന്ദർശിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. പ്രഥമ വനിത ബ്രിജിറ്റ് മാക്രോണിനൊപ്പം നടത്തിയ സന്ദർശനം പാരീസ് മേയർ ആൻ ഹിഡാൽഗോ, പാരീസ് ആർച്ച് ബിഷപ്പ് ലോറന്റ് ഉൾറിച്ച്, പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന പൊതുസ്ഥാപനത്തിന്റെ തലവൻ ഫിലിപ്പ് ജോസ്റ്റ് എന്നിവർ തമ്മിലുള്ള ഹ്രസ്വ കൂടിക്കാഴ്ചയോടെയാണ് ആരംഭിച്ചത്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഡിസംബറിൽ വീണ്ടും തുറക്കാൻ ഒരുങ്ങുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമാണ് നടന്നതെന്നതിന്റെ ആദ്യ കാഴ്ചയാകും ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ലഭിക്കുക. ബിബ്ലിയ 2K24 കയ്യെഴുത്ത് ബൈബിൾ വിശ്വാസ പ്രഘോഷണ മഹാറാലി നാളെ ഡിസംബർ 1-ന് രാവിലെ 8 മണിക്ക് ആരംഭിക്കും. സിബിഗിരി പള്ളിയിൽ നിന്നും മുട്ടം ടൗൺ പള്ളിയിലേക്ക് നടക്കുന്ന വിശ്വാസ പ്രഘോഷണ മഹാറാലിയിൽ 125 കുടുംബങ്ങൾ 120 ദിവസം കൊണ്ട് എഴുതി തയ്യാറാക്കിയ 125 വിശുദ്ധ ബൈബിളുകളുമായി വിശ്വാസികൾ അണിനിരക്കും. വിശ്വാസ പ്രഘോഷണ മഹാറാലിയിൽ പാലാരൂപത മുൻ സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ മുഖ്യാതിഥിയാകും. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.